പണം എന്നത് കണക്കുകൂട്ടലുകളെക്കുറിച്ചാണെന്ന് നിങ്ങൾ കരുതുന്നു. അത് കഠിനാധ്വാനത്തെക്കുറിച്ചാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സമയം ഒത്തുവന്നാൽ പണം വരും എന്ന് പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഞാൻ പറയട്ടെ, അതെല്ലാം തെറ്റാണ്. ഇത് അലൈൻമെന്റ് അഥവാ പൊരുത്തപ്പെടലിനെക്കുറിച്ചാണ്. ഇത് വൈബ്രേഷനെക്കുറിച്ചാണ്. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ശബ്ദമില്ലാത്ത ആ ശക്തിവിശേഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ശക്തിയെയാണ് ഞാൻ നിങ്ങളുടെ ഓറ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ഓടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെയല്ല നിങ്ങൾ ആകർഷിക്കുന്നത്, മറിച്ച് നിങ്ങൾ എന്താണോ അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ഓറ എന്നത് നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ഒരു ബ്രോഡ്കാസ്റ്റ് സിഗ്നലാണ്. നിങ്ങൾ അറിയാതെ തന്നെ തുടർച്ചയായി ഒട്ടും മടിക്കാതെ നിങ്ങൾ പുറത്തുവിടുന്ന ഫ്രീക്വൻസിയാണത്. നിങ്ങൾ ഒരിടത്ത് സംസാരിക്കുന്നതിന് മുൻപേ അത് നിങ്ങൾക്കായി സംസാരിക്കുന്നു. നിങ്ങൾ ഒരു മുറിയിലേക്ക് കടക്കുന്നതിന് മുൻപേ അതവിടെ എത്തിയിട്ടുണ്ടാകും. നിങ്ങളൊരു ബിസിനസ് ഐഡിയ പറയുന്നതിന് മുൻപോ, ഒരു ഉൽപ്പന്നം അവതരിപ്പിക്കുന്നതിന് മുൻപോ, അല്ലെങ്കിൽ ശമ്പള വർധനവ് ചോദിക്കുന്നതിന് മുൻപോ നിങ്ങളുടെ ഓറ അവിടെ നിബന്ധനകൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ദാരിദ്ര്യമാണെങ്കിൽ, നിങ്ങളുടെ എല്ലുകളിൽ വരെ സംശയമുണ്ടെങ്കിൽ, നിങ്ങളുടെ വർത്തമാനത്തിൽ ഇല്ലായ്മകളാണുള്ളതെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ വിജയത്തെ നിങ്ങൾ തന്നെ തകർത്തുകളയും. ഇതാണ് റെസൊണൻസ് നിയമം. ഇതിൽ വിട്ടുവീഴ്ചയില്ല. നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും ഓരോ സിഗ്നലുകൾ പുറത്തുവിടുന്നു. നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഓരോ വികാരവും ഓരോ പാറ്റേണുകളായി മാറുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന ഓരോ കാര്യവും കാന്തം പോലെ പ്രവർത്തിക്കുന്നു. ഒന്നുകിൽ അത് ഐശ്വര്യത്തെ നിങ്ങളിലേക്ക് അടുപ്പിക്കും, അല്ലെങ്കിൽ അതിനെ നിങ്ങളിൽ നിന്ന് അകറ്റും. ഒന്നുകിൽ നിങ്ങൾ ഒരു കാന്തമാണ്, അല്ലെങ്കിൽ നിങ്ങൾ വികർഷിക്കുന്നവനാണ്. ഇവിടെയാണ് ആളുകൾ പരാജയപ്പെടുന്നത്. അവർ ആത്മവിശ്വാസം അഭിനയിക്കാൻ ശ്രമിക്കുന്നു. അവർ മുഖത്ത് ഒരു ചിരി ഒട്ടിച്ചുവെക്കുന്നു. അവർക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ അവർ ഏറ്റുപറയുന്നു. അവർ അഭിനയിക്കുന്നു. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഭയമാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഈ പ്രപഞ്ചം വായിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥ സിഗ്നലിനെയാണ്, നിങ്ങളുടെ വാക്കുകളെയല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെയല്ല, നിങ്ങളുടെ ഊർജ്ജത്തെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? കാരണം നിങ്ങളുടെ ഓറയ്ക്ക് നുണ പറയാനാകില്ല. അത് നിങ്ങളുടെ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഉത്കണ്ഠയാണെങ്കിൽ നിങ്ങൾ നൽകുന്ന സന്ദേശം ഞാൻ ഇല്ലായ്മയിലാണ് ജീവിക്കുന്നത് എന്നാണ്. മറ്റുള്ളവരുടെ വിജയത്തിൽ നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്ന സന്ദേശം എനിക്കുള്ളത് ഇവിടെയില്ല എന്നാണ്. നിങ്ങൾ അർഹിക്കുന്നതിലും കുറഞ്ഞ പ്രതിഫലം വാങ്ങുകയും വില പറയാൻ മടിക്കുകയും വിജയിക്കുമ്പോൾ കുറ്റബോധം തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് എന്റെ കഴിവിൽ വിശ്വാസമില്ല എന്നാണ്. ആ സിഗ്നൽ നിങ്ങളുടെ വളർച്ചയുടെ അതിരുകളായി മാറുന്നു. നിങ്ങളുടെ സിഗ്നൽ മാറ്റാതെ ഒരു തന്ത്രത്തിനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ഇനി നമുക്ക് വ്യക്തമായി പറയാം, ഓറ എന്നത് എന്തോ മാന്ത്രിക വിദ്യയല്ല. അത് നിങ്ങളുടെ വൈകാരിക ശീലങ്ങളുടെ പ്രതിഫലനമാണ്. ആവർത്തനത്തിലൂടെയാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. ശ്രദ്ധയിലൂടെയാണ് അത് രൂപപ്പെടുന്നത്. മാനസിക അച്ചടക്കത്തിലൂടെയാണ് അത് ശക്തമാകുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുകയാണ്. ഓരോ തവണ നിങ്ങൾ ചിന്തിക്കുമ്പോഴും, ഓരോ തവണ നിങ്ങൾ വിശ്വസിക്കുമ്പോഴും, ഓരോ തവണ നിങ്ങൾ ഉറക്കെ സംസാരിക്കുമ്പോഴും ഇവയോരോന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള മണ്ഡലത്തിന്റെ ഭാഗമാകുന്നു. ആ മണ്ഡലത്തെയാണ്, നിങ്ങളുടെ ഓറയെയാണ് പണം ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് സമ്പത്തിനെ ആകർഷിക്കണമെങ്കിൽ ലോകത്തെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിർത്തുക. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ഇംപ്രസ് ചെയ്യുക. സമൃദ്ധി സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ പഠിപ്പിക്കുക. കാരണം നിങ്ങളുടെ ശരീരം അതിനെ എതിർത്താൽ ഓരോ വിജയത്തെയും നിങ്ങൾ അറിയാതെ തന്നെ തടഞ്ഞുവെക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കുറച്ച് വിചിത്രമായി തോന്നാം, പക്ഷേ അതാണ് സത്യം. സമ്പത്ത് തുടങ്ങുന്നത് നിങ്ങളുടെ പേഴ്സിലല്ല, അത് തുടങ്ങുന്നത് നിങ്ങളുടെ ഭാവനയിലാണ്. ഫലം കാണുന്നതിന് മുൻപേ തന്നെ സമൃദ്ധി നിറഞ്ഞതായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? ലോകം അത് അംഗീകരിക്കുന്നതിനു മുൻപേ വിജയിച്ച ഒരാളെപ്പോലെ നടക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഭൂരിഭാഗം പേർക്കും അതിന് കഴിയില്ല. കാരണം അവർക്ക് പുറമേ നിന്നുള്ള അംഗീകാരം വേണം. അവർക്ക് വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണം. എന്നാൽ സമ്പന്നരായവർ എന്നും സമ്പന്നരായി നിലനിൽക്കുന്നവർ അവർ ആദ്യം വിശ്വസിക്കുന്നു. അത് സംഭവിക്കുമെന്നുറപ്പാകുന്നതുവരെ അവർ മനസ്സിൽ വിജയം പരിശീലിക്കുന്നു. ഒരു രൂപ പോലും കയ്യിൽ വരുന്നതിനു മുൻപേ അവർ ഉള്ളിൽ ഭാവി പടുത്തുയർത്തുന്നു. ഇതാണ് എനർജി മാസ്റ്ററിയുടെ രഹസ്യം. ഇങ്ങനെയാണ് സമ്പത്തിനെ ആകർഷിക്കാൻ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കേണ്ടത്. എങ്ങനെ തുടങ്ങാം? ഘട്ടം 1. നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ അധികാരം നിങ്ങൾ തിരിച്ചെടുക്കുക. പാവപ്പെട്ട മാതാപിതാക്കളും പേടിപ്പിച്ച അധ്യാപകരും ശ്രദ്ധാലുക്കളായ സുഹൃത്തുക്കളും കഷ്ടപ്പാടിനെ മഹത്വവൽക്കരിക്കുന്ന സമൂഹവും ചേർന്ന് നിങ്ങളെക്കുറിച്ച് എഴുതിവെച്ച കഥകൾ നിങ്ങൾ മായ്ച്ചുകളയണം. നിങ്ങൾ ദരിദ്രനായി ജനിച്ചവനല്ല, ദരിദ്രനെപ്പോലെ ചിന്തിക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ചതാണ്. സമ്പത്തിനെ പേടിക്കാനും അതിനെ കുറ്റബോധമായും അത്യാഗ്രഹമായും തെറ്റായും കാണാനും നിങ്ങളെ കണ്ടീഷൻ ചെയ്യിപ്പിച്ചതാണ്. ഈ വിശ്വാസങ്ങൾ നിങ്ങൾ കൊണ്ടുനടക്കുന്നുണ്ടെങ്കിൽ അതെത്ര ചെറുതാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ തന്നെ അകറ്റുകയാണ്. പണത്തിന് ആരോടും കൂറില്ല. ആരുടെ ഊർജ്ജമാണോ അതിനനുകൂലമായി നിൽക്കുന്നത് അവരിലേക്ക് അത് ഒഴുകിയെത്തും. നിങ്ങളുടെ ഓറ നിറയെ നാണക്കേടാണെങ്കിൽ അത് ഓടിയകലും. നിങ്ങളുടെ ഓറ നിറയെ പ്രതീക്ഷയും സമൃദ്ധിയുമാണെങ്കിൽ അത് നിങ്ങളെ തേടിവരും.
ഞാൻ വീണ്ടും ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ബോധമില്ലാതെ ഈ ലോകത്തിലൂടെ നടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഓരോ നെടുവീർപ്പും, ഓരോ പരാതിയും, ഓരോ സ്വയം സഹതാപവും ഇല്ലായ്മയെ സാധാരണമാക്കാൻ നിങ്ങളുടെ ഓറയെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഓരോ നന്ദി പ്രകടനവും, നിങ്ങളുടെ സാമ്പത്തിക വിജയം വിഷ്വലൈസ് ചെയ്യുന്ന ഓരോ നിമിഷവും, ഞാൻ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുവെന്ന് പറയാൻ കാണിക്കുന്ന ഓരോ തരി ധൈര്യവും, അതാണ് ആ ഫ്രീക്വൻസിയെ മാറ്റിയെടുക്കുന്നത്. ഇതിന് കുറുക്കുവഴികളില്ല, ഒഴിവു കഴിവുകളില്ല. ഇത് പണിയെടുക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇതൊരു പുണ്യപ്രവൃത്തിയാണ്. ഇവിടെയാണ് ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാത്ത കാര്യം. നിങ്ങൾ സമ്പന്നനായി ചിന്തിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ സമ്പന്നനായി അനുഭവിക്കണം. സമ്പത്ത് എന്നത് ബാങ്ക് അക്കൗണ്ടിലെ വെറുമൊരു നമ്പറല്ല. അതൊരു വൈകാരികമായ ഒപ്പാണ്. അതൊരു സുരക്ഷിത ബോധമാണ്. അതൊരു സ്വാതന്ത്ര്യമാണ്. അതൊരു വളർച്ചയാണ്. ഈ വികാരങ്ങളെ ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ നിങ്ങളുടെ ശരീരം പഠിച്ചില്ലെങ്കിൽ, സമ്പത്ത് വരുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അതിനെ നശിപ്പിക്കും. ലോട്ടറി അടിക്കുന്ന പലരും അവസാനം പാപ്പരാകുന്നത് അതുകൊണ്ടാണ്. അവരുടെ വൈബ്രേഷൻ ആ പണത്തിന് ഒത്തതായിരുന്നില്ല. അവരുടെ ഓറയിൽ അപ്പോഴുമുണ്ടായിരുന്നത് ഭയവും ആശയക്കുഴപ്പവും പരിമിതികളുമായിരുന്നു. ഊർജം എപ്പോഴും അലൈൻമെന്റ് ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ പണത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. അതുകൊണ്ട് സ്വയം ചോദിക്കുക, ഇന്നെനിക്ക് എങ്ങനെ സമ്പന്നതയുടെ ഫീലിംഗ് പ്രാക്ടീസ് ചെയ്യാം? അക്കൗണ്ടിൽ പണമില്ലെങ്കിലും തലയുയർത്തി നടക്കാൻ എനിക്ക് കഴിയുമോ? എന്റെ സത്യം ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയുമോ? എന്റെ വിലയറിഞ്ഞ് ക്ഷമാപണമില്ലാതെ പെരുമാറാൻ എനിക്ക് കഴിയുമോ? അതാണ് വെൽത്ത് ട്രെയിനിങ്. അതാണ് ഓറ ട്രെയിനിങ്. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം. നിങ്ങളുടെ സിഗ്നലിനെ ചോർത്തുന്ന ആളുകളെയും ശീലങ്ങളെയും സാഹചര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കണം. പരാതി പറയുന്നവരുടെ കൂടെയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാന്തിക ശക്തിയുള്ള ഒരു ഓറയുണ്ടാക്കിയെടുക്കാനാവില്ല. ഗോസിപ്പുകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആത്മവിശ്വാസം നേടാനാവില്ല. ദാരിദ്ര്യ ചിന്താഗതികൾ കണ്ട് സ്ക്രോൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനെപ്പോലെ ചിന്തിക്കാനാവില്ല. നിങ്ങൾ എന്താണോ ഉള്ളിലേക്കെടുക്കുന്നത്, അതാണ് നിങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ മണ്ഡലത്തെ സംരക്ഷിക്കുക. സമ്പത്തിനെക്കുറിച്ച് വായിക്കുക, സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുക, സമ്പത്തിനെ അനുഭവിക്കുക. നിങ്ങളെ ഭയത്തിൽ തളച്ചിടുന്നവർക്ക് പകരം വളരാൻ പ്രേരിപ്പിക്കുന്നവരുടെ കൂടെ നിൽക്കുക. ആരും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സത്യം ഞാൻ പറയാം. പലപ്പോഴും നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തിനും ഇടയിൽ നിൽക്കുന്നത് പഴയ കാര്യങ്ങളെ വിട്ടുകളയാൻ തയ്യാറാകാത്ത നിങ്ങളുടെ പഴയ പതിപ്പാണ്. ചെറുതായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സംശയിക്കുന്ന, സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ പഴയ പതിപ്പിന് സിഗ്നൽ പവറില്ല. ആ പതിപ്പ് യാചിക്കുകയാണ്. അതിന് അവസരങ്ങളെ തടുത്തു നിർത്താനേ കഴിയൂ. കാരണം അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. ആ പഴയ വ്യക്തിത്വത്തെ നിങ്ങൾ ഒഴിവാക്കണം. എന്നെങ്കിലും ഒരിക്കലല്ല, സൗകര്യപ്പെടുമ്പോഴല്ല, ഇപ്പോൾ. നിങ്ങളുടെ ശക്തിയെച്ചൊല്ലി ക്ഷമ ചോദിക്കുന്നത് നിർത്തുന്ന നിമിഷം, നിങ്ങളുടെ കഴിവുകളെ കുറച്ചുകാണുന്നത് നിർത്തുന്ന നിമിഷം, ഇല്ലായ്മകളെയും ഗോസിപ്പുകളെയും വൈകാരിക നാടകങ്ങളെയും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം, അപ്പോൾ നിങ്ങളുടെ ഓറ ആർക്കും തടുക്കാനാവാത്തതായി മാറും. നിങ്ങളൊരു മുറിയിലേക്ക് കടക്കുമ്പോൾ ആളുകൾക്ക് അത് അനുഭവപ്പെടും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കും. നിങ്ങൾ ചോദിക്കുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടും. നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിനെ ട്രെയിൻ ചെയ്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഓറ സ്ഥിരമല്ല, അതിന് അയവുണ്ട്. ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അതിനെ രൂപപ്പെടുത്തുന്നു. നിങ്ങൾ എപ്പോഴും അതിനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അതുകൊണ്ട് ഉദ്ദേശ്യത്തോടെ അതിനെ പരിശീലിപ്പിക്കുക. ഓരോ ദിവസവും പ്രഖ്യാപിക്കുക, ഞാൻ ചലിക്കുന്ന സമ്പത്താണ്. ഞാൻ സമൃദ്ധിയുമായി ഇണങ്ങി നിൽക്കുന്നു. ഞാൻ ഒന്നിനെയും പിന്തുടരുന്നില്ല, ഞാൻ ആകർഷിക്കുന്നു. ഞാൻ കുറ്റബോധം ഉപേക്ഷിച്ച് വളർച്ചയെ സ്വീകരിക്കുന്നു. ഇത് ലോകത്തെ കാണിക്കാനല്ല പറയേണ്ടത്, നിങ്ങളെത്തന്നെ റീപ്രോഗ്രാം ചെയ്യാനാണ്. അവസാനമായി ഇത് വിശ്വസിക്കുക, നിങ്ങൾ സമ്പത്തിനെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് തെളിയിക്കാനുള്ള ആവശ്യം കുറഞ്ഞുവരും. നിങ്ങളുടെ വിജയം നിങ്ങൾ വിളിച്ചു കൂവേണ്ടിവരില്ല. നിങ്ങളുടെ മൂല്യം നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടിവരില്ല. നിങ്ങളുടെ ഓറ നിങ്ങൾക്കായി സംസാരിക്കും. അതിനെ പരിശീലിപ്പിക്കുക, ശക്തിപ്പെടുത്തുക, ബഹുമാനിക്കുക. അപ്പോൾ സമ്പത്ത് പ്രതികരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, കഠിനാധ്വാനം കൊണ്ട് മാത്രം സമ്പത്ത് നേടാനാവില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നവരാകുമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നർ. പക്ഷേ അവരല്ല. ആ വൈരുദ്ധ്യം നിങ്ങളെ ഉണർത്തേണ്ടതാണ്. വിയർപ്പുകൊണ്ട് മാത്രമല്ല ഐശ്വര്യം തുറക്കപ്പെടുന്നത്, അത് അലൈൻമെന്റിലൂടെയാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാം, തളരുന്നതുവരെ ഓടാം, ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കാം, കോർപ്പറേറ്റ് ഏണികൾ കയറാം, തന്ത്രങ്ങൾ പഠിക്കാം. പക്ഷേ ഉള്ളിൽ ദാരിദ്ര്യമാണ് നിങ്ങൾ എമിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ നേട്ടങ്ങളെയും നിങ്ങൾ തന്നെ നശിപ്പിക്കും. നിങ്ങൾ ചതിയും കാലതാമസവും തെറ്റിദ്ധാരണകളും നഷ്ടപ്പെട്ട അവസരങ്ങളും മാത്രമേ ആകർഷിക്കുകയുള്ളൂ. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ഓറ നുണ പറയില്ല. നിങ്ങൾ പറഞ്ഞേക്കാം, പക്ഷേ നെപ്പോളിയൻ, ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നുണ്ടല്ലോ, ഞാൻ വിജയം വിഷ്വലൈസ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അഫർമേഷൻസ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, നിങ്ങളത് അനുഭവിക്കുന്നുണ്ടോ? ഇവിടെയാണ് ഭൂരിഭാഗം പേരും പരാജയപ്പെടുന്നത്. വായകൊണ്ട് അവർ സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കും,
പക്ഷേ അവരുടെ നാഡീവ്യൂഹം ഇല്ലായ്മയെക്കുറിച്ച് മന്ത്രിച്ചുകൊണ്ടിരിക്കും. രാവിലെ വിജയം ജപിക്കുകയും ഉച്ചയാകുമ്പോൾ ബില്ലുകളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും ചെയ്യും. 10 മിനിറ്റ് ധ്യാനിക്കും. എന്നിട്ട് ബാക്കി സമയം മുഴുവൻ പരിഭ്രാന്തിയും അസൂയയും കുറ്റബോധവും ദാരിദ്ര്യവും പരത്തിക്കൊണ്ട് ജീവിക്കും. അത് അലൈൻമെന്റ് അല്ല, അത് ആശയക്കുഴപ്പമാണ്. പ്രപഞ്ചം ആശയക്കുഴപ്പത്തിന് പ്രതിഫലം നൽകില്ല, അത് വ്യക്തതയ്ക്കേ പ്രതിഫലം നൽകൂ. അതുകൊണ്ട് നമുക്ക് വ്യക്തമാക്കാം, നിങ്ങളുടെ ഓറ എന്നത് നിങ്ങളുടെ വൈകാരികമായ സ്ഥിരഭാവമാണ്. അത് നിങ്ങളുടെ ഏറ്റവും മികച്ച ദിവസമല്ല, മറിച്ച് നിങ്ങളുടെ ശരാശരി ദിവസമാണ്. സമ്പത്തിനെ ആകർഷിക്കാൻ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാന വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തണം. വല്ലപ്പോഴും പോരാ, സ്ഥിരമായി. അതെങ്ങനെ ചെയ്യാം? ഇമോഷണൽ ശുചിത്വത്തിലൂടെ, ദിവസവും മാനസികമായ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസങ്ങളെയും വികാരങ്ങളെയും ശീലങ്ങളെയും വീണ്ടും ക്രമീകരിച്ചുകൊണ്ട്. അവ സത്യത്തിൽ വേരൂന്നിയതാകണം, പഴയ മുറിവുകളിലല്ല. ഇതിനർത്ഥം നിങ്ങൾ നെഗറ്റീവ് ചിന്തകളെ മാത്രമല്ല നീക്കം ചെയ്യേണ്ടത്, അതിന് അടിമപ്പെട്ട നിങ്ങളുടെ വ്യക്തിത്വത്തെ കൂടിയാണ്. താൻ എപ്പോഴും താഴെത്തട്ടിലാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഭാഗത്തെ നിങ്ങൾ കൊല്ലണം. കഷ്ടപ്പാടിനെ ഒരു അലങ്കാരമായി കാണുന്ന ഭാഗത്തെ നിങ്ങൾ ഉപേക്ഷിക്കണം. വിജയിക്കുന്നത് തന്റെ പഴയ കാലത്തോടുള്ള വഞ്ചനയാണെന്ന് കരുതുന്ന ചിന്തയെ മാറ്റണം. അതാണ് നിങ്ങളുടെ സിഗ്നലിനെ തടയുന്ന വൈകാരികമായ അണുബാധ. അതുകൊണ്ട് ഇന്ന് സ്വയം ചോദിക്കുക, ആരും കാണാത്തപ്പോൾ ഞാൻ ആരാണ്? എന്റെ ചിന്തകളുമായി ഞാൻ തനിച്ചിരിക്കുമ്പോൾ ഞാൻ ഏത് ഫ്രീക്വൻസിയിലേക്കാണ് മടങ്ങുന്നത്? വായ തുറക്കുന്നതിനു മുൻപ് എന്ത് ഊർജ്ജമാണ് ഞാൻ മുറിയിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങളുടെ ഉത്തരം ഉറപ്പും വിശ്വാസവും അന്തസ്സുമെന്നല്ലെങ്കിൽ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ഇനി വളരെ ലളിതവും എന്നാൽ എല്ലാവരും അവഗണിക്കുന്നതുമായ ഒരു അടിസ്ഥാന തത്വത്തിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾക്ക് വേണ്ടതിനെയല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നതിനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആഗ്രഹം ബലഹീനമാണ്, വിശ്വാസം ശക്തമാണ്. വിജയമാഗ്രഹിക്കുന്ന വ്യക്തി ഇപ്പോഴും ഇല്ലായ്മയിലാണ് നിൽക്കുന്നത്. എന്നാൽ തന്റെ വിജയത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അത് നടന്നുകഴിഞ്ഞതുപോലെയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓറ അത് പ്രതിഫലിപ്പിക്കുന്നു, അത് അനിവാര്യതയുടെ സ്വരം കൈക്കൊള്ളുന്നു. അപ്പോഴാണ് ആളുകൾ നിങ്ങളോട് വേദികെ പെരുമാറാൻ തുടങ്ങുന്നത്. അവർ പറയും, നിങ്ങളിൽ എന്തോ മാറ്റം തോന്നുന്നു, നിങ്ങളെക്കുറിച്ച് എന്തോ മാറിയിട്ടുണ്ട്. എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്ന് അവർ പറയും. എന്തുകൊണ്ടാണെന്ന് അവർക്കറിയില്ല, പക്ഷേ നിങ്ങൾക്കറിയാം. ഫലം കാണുന്നതിന് വളരെ മുൻപേ തന്നെ ബഹുമാനം പിടിച്ചുപറ്റാൻ നിങ്ങൾ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിച്ചു. ലോകമത് പുറമേ അംഗീകരിക്കുന്നതിനു മുൻപേ ഉള്ളിൽ നിങ്ങൾ അതായി മാറി. അതാണ് ഏറ്റവും വലിയ തന്ത്രം, അതാണ് കാണാത്ത മുൻതൂക്കം. ഇനി പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു നിയമം ഞാൻ പറഞ്ഞുതരാം. കാരണം പ്രയോഗിക്കാത്ത തത്വശാസ്ത്രം വേഷം മാറിയ ദാരിദ്ര്യമാണ്. ഇതാണ് നിയമം. സാഹചര്യം ഒരു ആംപ്ലിഫയറാണ്. നിങ്ങൾ എന്ത് വൈബ്രേഷനാണോ കൊണ്ടുനടക്കുന്നത്, നിങ്ങളുടെ സാഹചര്യം അതിനെ വലുതാക്കും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സംശയമാണെങ്കിൽ, പരാതിക്കാരും വിമർശകരുമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളതെങ്കിൽ, നിങ്ങളുടെ സ്വയം സംശയം ഇരട്ടിക്കും. എന്നാൽ ആത്മവിശ്വാസത്തിനായി നിങ്ങളുടെ ഓറയെ മാറ്റാൻ തുടങ്ങുകയും ധീരമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ കൂടുകയും ചെയ്താൽ നിങ്ങളുടെ സിഗ്നൽ 10 മടങ്ങ് ശക്തമാകും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളെ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. നിങ്ങളുടെ സ്ഥലം മാറ്റുക, കൂട്ടുകെട്ട് മാറ്റുക, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും മാറ്റുക. ഉത്കണ്ഠയാണ് നിങ്ങൾ ദിവസവും കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉത്കണ്ഠയെ വൈബ്രേറ്റ് ചെയ്യും. വിജയത്തെയാണ് നിങ്ങൾ ആഗിരണം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വിജയത്തെ പ്രസരിപ്പിക്കും. നിങ്ങളുടെ മുറി മികവിന്റെ ഒരു സാങ്കേതമാക്കുക. നിങ്ങളുടെ ഭാവിയെ ശക്തിപ്പെടുത്തുന്ന പുസ്തകങ്ങളും ചിഹ്നങ്ങളും കാഴ്ചകളും കൊണ്ട് അത് നിറയ്ക്കുക. നിങ്ങളുടെ ഭയത്തെയല്ല. നെഗറ്റീവിൽ നിന്ന് നിങ്ങളുടെ ചെവികളെ സംരക്ഷിക്കുക. ശ്രദ്ധ തെറ്റിക്കുന്നവയിൽ നിന്ന് നിങ്ങളുടെ പ്രഭാതങ്ങളെ സംരക്ഷിക്കുക. വൈകാരിക നാടകങ്ങളിൽ നിന്ന് നിങ്ങളുടെ രാത്രികളെ തിരിച്ചുപിടിക്കുക. കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ ഫീൽഡിനെ പരിശീലിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഫീൽഡ് നിങ്ങളുടെ ഫലങ്ങളെയും നിങ്ങൾ എപ്പോഴും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ചോദ്യം ഇതാണ്, നിങ്ങൾ ഉദ്ദേശത്തോടെയാണോ പ്രക്ഷേപണം ചെയ്യുന്നത്? നമുക്ക് തുടരാം. ചില ആളുകൾ യാതൊരു പ്രയത്നവുമില്ലാതെ സമ്പത്തിനെ ആകർഷിക്കുന്നതിന് ഒരു കാരണമുണ്ട്. അത് ഭാഗ്യമല്ല, അത് പാരമ്പര്യമല്ല, അത് അപകടമല്ല, അത് എനർജറ്റിക് കോൺഗ്രുവൻസ് ആണ്. അവർ വിശ്വസിക്കുന്നത് അവർ സംസാരിക്കുന്നു, അവർക്ക് തോന്നുന്നതുപോലെ അവർ പ്രവർത്തിക്കുന്നു, അത് യാഥാർത്ഥ്യമായതുപോലെ അവർ ചലിക്കുന്നു. ആ തലത്തിലുള്ള പൊരുത്തം ശക്തി നൽകുന്നു, അത് ഉറപ്പു നൽകുന്നു, അത് വിശ്വാസം നൽകുന്നു. മറ്റുള്ളവർക്ക് അത് അനുഭവപ്പെടുകയും അവർ നിങ്ങളുമായി ചേർന്നു നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർ നിങ്ങളെ പിന്തുണയ്ക്കാനും നിങ്ങളിൽ നിന്ന് വാങ്ങാനും നിങ്ങളിൽ നിക്ഷേപിക്കാനും ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്തു പറഞ്ഞു എന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് എന്ത് നൽകി എന്നതുകൊണ്ടാണ്. ഇതാണ് ഓറ ഇന്റലിജൻസ്. ആളുകൾ പദ്ധതികളിലല്ല നിക്ഷേപിക്കുന്നത്, അവർ ആത്മവിശ്വാസത്തിലാണ് നിക്ഷേപിക്കുന്നത്. ആളുകൾ ലോജിക്കല്ല വാങ്ങുന്നത്, അവർ എനർജിയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സംസാരം നന്നാക്കാൻ നോക്കരുത്, നിങ്ങളുടെ സാന്നിധ്യം നന്നാക്കുക. മറ്റൊരാളുടെ തന്ത്രം കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. അവരുടെ ഉറപ്പിനെ കോപ്പി ചെയ്യുക, അവരുടെ എനർജിയിലുള്ള സമർപ്പണത്തെ കോപ്പി ചെയ്യുക.
അതാണ് യഥാർത്ഥ ബ്ലൂ പ്രിന്റ്. അതാണ് പറയാത്ത മുൻതൂക്കം. ഇനി കൂടുതൽ ആഴത്തിൽ പോകാം. നിങ്ങളുടെ ഓറ നിങ്ങളുമായുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളോട് തന്നെ യുദ്ധത്തിലാണെങ്കിൽ നിങ്ങൾ പണത്തോടും യുദ്ധത്തിലാകും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ വിധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരോഗതിയെ നിങ്ങൾ തന്നെ തടയും. നിങ്ങളുടെ സ്വന്തം വിലയെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ലോകം ആ സംശയം ഏറ്റുപിടിക്കും. അതുകൊണ്ട് ഉള്ളിൽ നിന്ന് തുടങ്ങുക. നിങ്ങളെത്തന്നെ വീണ്ടും വളർത്തുക. നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ അവകാശമുള്ള കാര്യങ്ങളുടെ നിയമങ്ങൾ തിരുത്തിയെഴുതുക. ക്ഷമാപണമില്ലാതെ ശക്തനാകാൻ നിങ്ങൾക്ക് അനുവാദം നൽകുക. വളർച്ച സുരക്ഷിതമാണെന്ന് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ പഠിപ്പിക്കുക. വിജയം നിങ്ങളുടെ സ്വാഭാവിക അവസ്ഥയാണെന്നും അപവാദമല്ലെന്നും പഠിപ്പിക്കുക. കാരണം സമ്പത്തിന് നിങ്ങൾ യോഗ്യനാണെന്ന് വിശ്വസിക്കുന്നതുവരെ നിങ്ങൾ അതിനെ തടയുകയാണ്. നിങ്ങൾക്ക് ദിവസം മുഴുവൻ കഷ്ടപ്പെടാം. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാം, വിൽക്കാം, കണ്ടന്റ് ഉണ്ടാക്കാം. എന്നാൽ അതിനെല്ലാമുള്ള വൈബ്രേഷൻ ഞാനിത് അർഹിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ നിങ്ങളുടെ ഭയത്തെ പ്രതിഫലിപ്പിക്കും, നിങ്ങളുടെ പ്രയത്നത്തെയല്ല. പ്രപഞ്ചം പ്രവൃത്തിക്കല്ല പ്രതിഫലം നൽകുന്നത്. അത് അലൈൻമെന്റോടുള്ള പ്രവൃത്തിക്കാണ് പ്രതിഫലം നൽകുന്നത്. പലർക്കും ഞാൻ പഠിപ്പിച്ചുകൊടുത്ത അവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ടൂൾ ഞാൻ പറഞ്ഞുതരാം. ഓരോ രാവിലെയും ലോകത്തിന്റെ ബഹളങ്ങൾ തുടങ്ങുന്നതിന് മുൻപ്, ഫോൺ റിംഗ് ചെയ്യുന്നതിന് മുൻപ്, തിരക്കുകൾക്ക് മുൻപ് നിങ്ങളുമായിരിക്കുക. 5 മിനിറ്റ്, അത്രമാത്രം. കണ്ണുകൾ അടയ്ക്കുക. 3 തവണ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. നിങ്ങളുടെ ഓറ നിങ്ങൾക്ക് ചുറ്റും കൂടുതൽ തെളിച്ചത്തോടെ, ശക്തിയോടെ വികസിക്കുന്നത് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അതിനോട് സംസാരിക്കുക. കൽപ്പിക്കുക. പറയുക, ഞാൻ സമൃദ്ധിയുടെ കാന്തമാണ്. പറയുക, എന്റെ സാന്നിധ്യം സമ്പത്താണ്. പറയുക, പണം എന്റെ അടുത്ത് സുരക്ഷിതമാണ്. വിജയം എന്നിലേക്ക് ഒഴുകുന്നു. ഞാൻ വളർച്ചയുമായി അലൈൻമെന്റിലാണ്. ഈ വാക്കുകൾ വെറുമൊരു തോന്നലായിട്ടല്ല, സത്യമായി അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം അത് വിശ്വസിക്കുന്നതുവരെ ആ ഫീലിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇത് 21 ദിവസം തുടർച്ചയായി ചെയ്യുക. അവസരങ്ങൾ പ്രയത്നമില്ലാതെ വരുന്നത് നിങ്ങൾ കാണും. ആളുകൾ പ്രതീക്ഷിക്കാത്ത ആവേശത്തോടെ നിങ്ങളോട് പ്രതികരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം വരും. കാരണം നിങ്ങളുടെ ഓറ ഇപ്പോൾ അതിനെ വികർഷിക്കുന്നില്ല. അത് അതിനെ സ്വാഗതം ചെയ്യുന്നു. ഈ വ്യക്തി തയ്യാറാണെന്നത് പറയുന്നു. ആ നിമിഷമാണ് മാറ്റം സംഭവിക്കുന്നത്. ഈ ഘട്ടത്തിൽ അവസാനമായി ഒരു കാര്യം കൂടി പറയാം. സമ്പത്ത് എന്നത് പ്രതിഫലമല്ല, അതൊരു പാർശ്വഫലം മാത്രമാണ്. നിങ്ങളുടെ എനർജിയെ അലൈൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആരായി മാറുന്നുവോ അതാണ് യഥാർത്ഥ പ്രതിഫലം. വൈകാരികമായ അച്ചടക്കം, മാനസികമായ വ്യക്തത, ആത്മീയമായ ആത്മവിശ്വാസം, ആർക്കും മോഷ്ടിക്കാൻ കഴിയാത്ത സമ്പത്ത് അതാണ്. ഒരു വിപണി തകർച്ചയ്ക്കും എടുത്തുമാറ്റാൻ കഴിയാത്ത ശക്തി അതാണ്. പണം വെറുമൊരു സന്ദേശവാഹകൻ മാത്രമാണ്. സുരക്ഷിതമെന്ന് തോന്നുന്നിടത്തേക്ക് അത് പോകും. വ്യക്തതയുള്ളിടത്തേക്ക് അതൊഴുകും. തീരുമാനങ്ങൾ എടുക്കുന്നവർക്കൊപ്പം അത് നൃത്തം ചെയ്യും. വിജയവുമായി ഒത്തുപോകുന്ന വ്യക്തിയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഓറ ഒരു ക്ഷണക്കത്തായി മാറുന്നു. അതൊരു കരാറായി മാറുന്നു. നിങ്ങൾ കടന്നു ചെല്ലുന്ന ഓരോ മുറിയിലും അത് അനുഭവപ്പെടും. നിങ്ങൾക്ക് യാചിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് പിന്നാലെ നടക്കേണ്ടി വരില്ല. നിങ്ങൾ വെറുതെ അവിടെ എത്തിയാൽ മതി. കാരണം നിങ്ങളുടെ ഓറ നിങ്ങളുടെ മൂല്യം ഇതിനകം ഉറപ്പിച്ചു കഴിഞ്ഞു. ഭൂരിഭാഗം ആളുകളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാത്ത ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്താം. നിങ്ങൾ പിന്തുടരുന്നതിനെയല്ല നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെടുത്തിട്ടുള്ള കാര്യങ്ങളെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹമല്ല നിങ്ങളുടെ ഫലം തീരുമാനിക്കുന്നത്, നിങ്ങളുടെ തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പ് മാനസികമല്ല, അത് എനർജറ്റിക്കാണ്, അത് വൈകാരികമാണ്, അത് ആത്മീയമാണ്. വേഗത്തിൽ സംസാരിച്ചുകൊണ്ടോ കഠിനമായി പണിയെടുത്തുകൊണ്ടോ കുറെ ആളുകളെ പരിചയപ്പെട്ടതുകൊണ്ടോ സമ്പത്ത് തരാൻ നിങ്ങൾക്ക് ജീവിതത്തെ നിർബന്ധിക്കാനാവില്ല. ആ സമ്പത്തിന്റെ അതേ തലത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്ന വ്യക്തിയായി മാറുന്നതിലൂടെയാണ് നിങ്ങളത് നേടുന്നത്. പണം ഊർജ്ജമാണ്, അധികാരം ഊർജ്ജമാണ്, അവസരങ്ങൾ, വിഭവങ്ങൾ, കൂട്ടുകെട്ടുകൾ എല്ലാം ഊർജ്ജമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതിനെ ആകർഷിക്കാനുള്ള ഒരേയൊരു വഴി നിങ്ങൾക്ക് വേണ്ടതിന്റെ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യുക എന്നതാണ്. അത് ചെയ്യാനുള്ള ഒരേയൊരു വഴി നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു അത്ലറ്റ് തന്റെ ശരീരത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. ഉദ്ദേശ്യത്തോടെ, സമർപ്പണത്തോടെ, ആവർത്തനത്തോടെ. സമ്പത്ത് ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അത് ലഭിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്നാൽ നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ, അത് കയ്യിൽ കിട്ടുന്നതിന് മുൻപേ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ സമ്പത്ത് നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഒരു മുറിയിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ കൂടെ എന്താണ് വരുന്നത്? നിങ്ങളുടെ സാന്നിധ്യം സമൃദ്ധിയെയാണോ അപകർഷതാബോധത്തെയാണോ സംസാരിക്കുന്നത്? ഞാൻ തരാൻ വന്നതാണെന്നാണോ അതോ എനിക്ക് എന്തെങ്കിലും കിട്ടാൻ അത്യാഗ്രഹമുണ്ടെന്നാണോ നിങ്ങളുടെ എനർജി പറയുന്നത്? നിങ്ങളുടെ ശരീരഭാഷയിൽ അറിവിന്റെ ശാന്തതയാണോ അതോ നിശബ്ദമായ യാചനയാണോ ഉള്ളത്? സമ്പത്ത് വിശ്വാസത്തിലേക്ക് മാത്രമല്ല ആകർഷിക്കപ്പെടുന്നത്. നിരാശ അതിനെ അകറ്റുകയും ചെയ്യും. നിരാശ ഭയത്തെ കാണിക്കുന്നു. ഭയം ഫ്രീക്വൻസിയെ വിഷലിപ്തമാക്കുന്നു. എനിക്ക് മതിയായിട്ടില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കിത് പിടിച്ചു നിർത്താനാവില്ല, ഇത് തീർന്നുപോകുമെന്ന് എനിക്ക് പേടിയാണ് എന്ന സന്ദേശമാണ് അത് നൽകുന്നത്. അതാണ് നിങ്ങളുടെ എനർജറ്റിക് ഒപ്പെങ്കിൽ ലോകം അതിനനുസരിച്ചേ പ്രതികരിക്കൂ. നിങ്ങൾ ആളുകളെ അകറ്റും.
സമയം തെറ്റിക്കും, അവസരങ്ങൾ നഷ്ടപ്പെടുത്തും. എന്നാൽ ഇതിനു നേരെ വിപരീതമാണ് നിങ്ങൾ കൊണ്ടുനടക്കുന്നതെങ്കിൽ, നിങ്ങൾ ഉറപ്പിനെ ശ്വസിക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ എല്ലാമുണ്ട്, ഇനിയും വരുന്നത് സ്വാഗതം ചെയ്യുന്നു എന്ന് നിങ്ങളുടെ ഓറ പറയുമ്പോൾ, അപ്പോഴാണ് വാതിലുകൾ തുറക്കുന്നത്. അപ്പോഴാണ് ജീവിതം എതിർക്കുന്നത് നിർത്തി നിങ്ങൾക്ക് തരാൻ തുടങ്ങുന്നത്. എന്റെ ഓറയെ എങ്ങനെ അത്രയും വ്യക്തമായി കാന്തികമായി മാറ്റാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ ആ രീതി പറഞ്ഞുതരാം. ഇമോഷണൽ കാലിബ്രേഷൻ എന്നാണ് ഞാനിതിനെ വിളിക്കുന്നത്. ഇതിൽ ദിവസവും ചെയ്യേണ്ട 3 ശക്തമായ ആചാരങ്ങളുണ്ട്. 1. ഇമോഷണൽ ഓഡിറ്റ്. ഓരോ രാവിലെയും സ്വയം ചോദിക്കുക, എന്താണ് എനിക്കിപ്പോൾ തോന്നുന്നത്? ഇത് ഞാനാകാൻ പോകുന്ന വ്യക്തിക്ക് ചേർന്നതാണോ? ഉത്തരമല്ല എന്നാണെങ്കിൽ അത് മാറ്റുക. യോഗ്യതയില്ലാത്ത ഒരു വികാരത്തെയും നിങ്ങളുടെ ദിവസം ഭരിക്കാൻ അനുവദിക്കരുത്. അതിനെ തടയുക, മാറ്റുക, വീണ്ടും ക്രമീകരിക്കുക. 2. അലൈൻമെന്റ് അഫർമേഷൻ. നിങ്ങളുടെ നാഡീവ്യൂഹത്തോട് സംസാരിക്കുക. ഇംപ്രസ് ചെയ്യാനല്ല, റീവെയർ ചെയ്യാൻ. നിങ്ങൾ ഇപ്പോൾ തന്നെ സമ്പന്നനാണെങ്കിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് ശരീരത്തോട് പറയുക. ഞാൻ സുരക്ഷിതനാണ്, ഞാൻ വിശ്വസ്തനാണ്, സമൃദ്ധിയെ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, ഞാൻ മാറ്റത്തിന്റെ പാത്രമാണ്. 3. വിഷ്വലൈസേഷൻ ആവർത്തനം. കണ്ണടയ്ക്കുക. നിങ്ങളുടെ ഭാവി രൂപത്തെ അനുഭവിക്കുക. പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്ന്. ആ വ്യക്തിയുടെ കണ്ണിലൂടെ കാണുക. ആ വ്യക്തിയുടെ ഉറപ്പോടെ ചിരിക്കുക. ആ വ്യക്തിത്വം നിങ്ങൾക്ക് സുപരിചിതമാക്കുക. നിങ്ങളുടെ ശരീരം അത് സ്വന്തമായി ഏറ്റെടുക്കട്ടെ. ഈ 3 കാര്യങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ ഓറ വൃത്തിയായി തുടങ്ങും. ലെൻസ് തുടയ്ക്കുന്നതുപോലെ അത് മൂടൽമഞ്ഞിനെ നീക്കും, നിങ്ങളുടെ സന്ദേശത്തെ വ്യക്തമാക്കും, നിങ്ങളെ പിന്തുടരാൻ യോഗ്യനായ ഒരാളാക്കി മാറ്റും. എന്നാൽ ശ്രദ്ധിക്കുക, ഈ മാറ്റം എപ്പോഴും സുഖകരമായിരിക്കില്ല. നിങ്ങൾ ഉയർന്ന തലത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ താഴ്ന്ന ഫ്രീക്വൻസികൾ എതിർക്കും. ആളുകൾ ഒഴിഞ്ഞുപോകുന്ന നിങ്ങൾ കാണും, പാറ്റേണുകൾ തകരും, സാഹചര്യങ്ങൾ മോശമാകും. അത് ശിക്ഷയല്ല, നിങ്ങൾ വളരുന്നു എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തകരുന്നത് പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. വിട്ടുകളയുക. നിങ്ങളുടെ പഴയ രൂപം മരിക്കട്ടെ. കാരണം നിങ്ങളാകാൻ പോകുന്ന വ്യക്തിക്ക് നിങ്ങളായിരുന്ന വ്യക്തിയുടെ ഉള്ളിൽ വളരാൻ കഴിയില്ല. വളരണമെങ്കിൽ വിത്ത് പൊട്ടണം. വികസിക്കണമെങ്കിൽ ഓരോ ഐഡന്റിറ്റിയും തകരണം. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് എല്ലാവരെയും സുഖിപ്പിക്കാനല്ല. നിങ്ങൾ വന്നിരിക്കുന്നത് അലൈൻമെന്റിനാണ്. മറ്റുള്ളവർ നിങ്ങളെ തെറ്റിദ്ധരിക്കട്ടെ, അവർ ഗോസിപ്പ് പറയട്ടെ, നിങ്ങൾ മാറിപ്പോയി എന്നവർ കരുതട്ടെ. അവർ പറയുന്നത് ശരിയാണ്, നിങ്ങൾ മാറിപ്പോയി. കാരണം അവർ ഓർക്കുന്ന വ്യക്തിയായി ജീവിക്കാതെ നിങ്ങൾ ആരാണോ അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ആ ധൈര്യം, ആ തന്റേടം, അതാണ് ഏതൊരു ടെക്നിക്കിനേക്കാളും നിങ്ങളുടെ ഓറയെ ശക്തിപ്പെടുത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തരായ ആളുകൾ എങ്ങനെയാണ് കാന്തിക ശക്തിയുള്ളവരായതെന്നറിയാമോ? അവർ എപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരുന്നില്ല, അവർ എപ്പോഴും ധൈര്യമുള്ളവരായിരുന്നില്ല. എന്നാൽ അവർ ഒരു തീരുമാനമെടുത്തു. വ്യക്തമായ, ശക്തമായ ഒരു തീരുമാനം. തങ്ങളുടെ കഴിവിൽ കുറഞ്ഞ ഒരവസ്ഥയിലും ജീവിക്കില്ലെന്ന തീരുമാനം. പണമുണ്ടാകുന്നതിനു മുൻപേ അവർ വിജയത്തെക്കുറിച്ച് സംസാരിച്ചു. ആരും ചോദിക്കുന്നതിനു മുൻപേ അവർ മൂല്യം നൽകി. കുഴപ്പങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോഴും അവർ ഉറപ്പ് പ്രസരിപ്പിച്ചു. കാരണം അവരുടെ ഭയത്തേക്കാൾ വലുതായിരുന്നു അവരുടെ വിശ്വാസം. നിങ്ങളും അതുതന്നെ ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഇല്ലാന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ഉണ്ട് എന്ന് പറയണം. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ കൂടുതൽ ഒച്ചത്തിൽ വിശ്വസിക്കണം. ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങളെ വൈകിപ്പിക്കുമ്പോൾ നിങ്ങൾ ആ വൈബ്രേഷൻ മുറുകെ പിടിക്കണം. അങ്ങനെയാണ് നിങ്ങൾ ജയിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കുലുങ്ങാത്തവരാകുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ ഓറ നിങ്ങളുടെ മുൻതൂക്കമാകുന്നത്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നങ്ങൾ തകർത്ത ഒരു മിഥ്യാധാരണയെക്കുറിച്ച് ഞാൻ പറയാം. ആത്മവിശ്വാസം വരുന്നത് തെളിവുകളിൽ നിന്നാണ് എന്ന നുണ. അങ്ങനെയല്ല. ആത്മവിശ്വാസം വരുന്നത് തീരുമാനത്തിൽ നിന്നാണ്. പ്രവർത്തിക്കുന്നതിനു മുൻപ് തയ്യാറാകാൻ നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല. സംസാരിക്കുന്നതിനു മുൻപ് അംഗീകാരം കിട്ടാൻ കാത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല. സമർപ്പിക്കുന്നതിനു മുൻപ് തിരഞ്ഞെടുക്കപ്പെടാൻ കാത്തിരുന്നാൽ നിങ്ങൾ എന്നും മടിച്ചു നിൽക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ തീരുമാനിക്കുക, ഞാൻ മതിയായവനാണ്, ഞാൻ തയ്യാറാണ്, ഞാൻ ആളാണ്. എന്നെങ്കിലും ഒരിക്കലല്ല, എല്ലാം ശരിയാകുമ്പോഴല്ല, അനുവാദം കിട്ടിയ ശേഷമല്ല, ഇപ്പോൾ. ആ പ്രഖ്യാപനം, ആ ശക്തമായ തീരുമാനം, അതാണ് എല്ലാ ഓറ മാസ്റ്ററിയുടെയും വിത്ത്. അവിടെ നിന്ന് എല്ലാം ഒത്തുവരാൻ തുടങ്ങും. നിങ്ങൾ വേറെ രീതിയിൽ പ്രത്യക്ഷപ്പെടും. നിങ്ങൾ കൂടുതൽ ശക്തിയോടെ സംസാരിക്കും. നിങ്ങൾ അന്വേഷിക്കില്ല. നിങ്ങൾ സിഗ്നൽ നൽകും. ലോകം പ്രതികരിക്കും. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ എന്തോ ആയതുകൊണ്ട്. ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു രീതി കൂടി ഞാൻ പറഞ്ഞുതരാം. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന്, എനർജറ്റിക് പ്രീപ്ലേ എന്നാണ് ഇതിന്റെ പേര്. ഇത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. ഏതൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിനും, സംഭാഷണത്തിനും, തീരുമാനത്തിനും, പ്രകടനത്തിനു മുൻപ് ശാന്തമായിരിക്കുക, കണ്ണടയ്ക്കുക, ശ്വാസമെടുക്കുക. അത് വിചാരിച്ചതിലും ഭംഗിയായി നടന്നുകഴിഞ്ഞെന്ന് സങ്കൽപ്പിക്കുക. കയ്യടി അനുഭവിക്കുക, ആശ്വാസം അനുഭവിക്കുക, ഉറപ്പ് അനുഭവിക്കുക. എന്നിട്ട് ഇതാണ് പ്രധാനം, ആ നിമിഷത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്നനുഭവിക്കുക. നിങ്ങൾ എന്താണ് ചിന്തിച്ചിരുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ചലിച്ചിരുന്നത്? നിങ്ങൾ എന്താണ് പ്രസരിപ്പിച്ചത്?
ആ വൈകാരികമായ ബ്ലൂപ്രിന്റ് എടുത്ത് യഥാർത്ഥ സംഭവത്തിലേക്ക് കൊണ്ടുവരിക. ഇതൊരു ഫാന്റസി ഗെയിമല്ല, ഇതൊരു ക്വാണ്ടം റിഹേഴ്സലാണ്. ഇത് ഓറിക് ട്രെയിനിംഗ് ആണ്. കാരണം ഫലം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞെന്ന് നിങ്ങളുടെ ശരീരം വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഭയത്തെ നീക്കം ചെയ്യുന്നു. നിങ്ങൾ തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ സ്വയം അട്ടിമറിക്കുന്നത് ഒഴിവാക്കുന്നു. നിങ്ങൾ ജയിക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു. അതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ഫ്രീക്വൻസി. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ്. ഇത് ചെയ്യുക. നിങ്ങളുടെ വികാരങ്ങളെ ഓഡിറ്റ് ചെയ്യുക. നിങ്ങളുടെ അലൈൻമെന്റ് ഉറപ്പിക്കുക. നിങ്ങളുടെ ഭാവി രൂപത്തെ വിഷ്വലൈസ് ചെയ്യുക. ഓരോ പ്രധാന നിമിഷത്തെയും പ്രീപ്ലേ ചെയ്യുക. എല്ലാറ്റിലുമുപരി നിങ്ങൾ ആരാകാൻ പോകുന്നുവോ ആ വ്യക്തിയുടെ ഓറയിൽ ജീവിക്കുക. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. അവർ ഗോസിപ്പ് പറയട്ടെ. അവർ മടിച്ചു നിൽക്കട്ടെ. നിങ്ങൾ കാത്തുനിൽക്കില്ല. കാരണം നിങ്ങളുടെ വാക്കുകൾ ചെയ്യേണ്ട ജോലി നിങ്ങളുടെ ഓറ ചെയ്യുന്നുണ്ടാകും. കാണാത്ത ലിവറേജുമായി നിങ്ങൾ മുറികളിലേക്ക് കടന്നു ചെല്ലും. ജീവിതം നിങ്ങളെ കണ്ടുമുട്ടാൻ പാകത്തിന് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. യാദൃശ്ചികതയും വേഗതയും വിജയവും നിങ്ങൾ കാണും. നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടല്ല, നിങ്ങൾ അലൈൻമെന്റിലായതുകൊണ്ട്. നിങ്ങൾ യാചകനല്ല, ആരെയെങ്കിലും വിശ്വസിപ്പിക്കാൻ വന്നവനല്ല. നിങ്ങൾ സമൃദ്ധിയുടെ ചാനലാണോ, അത്ഭുതങ്ങളുടെ ഇണയാണോ, ശക്തിയുടെ പാത്രമാണോ? നിങ്ങളുടെ സംശയത്തേക്കാൾ നന്നായി ആ സത്യം തിരിച്ചറിയുന്നതുവരെ നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പിന്തുടരില്ല, നിങ്ങൾ ആകർഷിക്കും, നിങ്ങൾ കൽപ്പിക്കും, നിങ്ങൾ ആയിത്തീരും. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെയാണ് എല്ലാം ഒത്തുചേരുന്നത്. നിങ്ങൾ പരിശീലിക്കുന്നു. നിങ്ങൾ വിശ്വാസങ്ങളെ മാറ്റുന്നു. ഭാവി രൂപത്തെ വിഷ്വലൈസ് ചെയ്യുകയും വിജയത്തിന്റെ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങളത് ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ഇതിനൊന്നും അർത്ഥമില്ല. സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചതുകൊണ്ട് നിങ്ങൾ സമ്പത്തിനെ ആകർഷിക്കില്ല. വിശ്വാസത്തിന്റെ നടക്കുന്ന രൂപമായി മാറുന്നതിലൂടെയാണ് നിങ്ങൾ സമ്പത്തിനെ ആകർഷിക്കുന്നത്. നിങ്ങളുടെ ഓറയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ എതിർക്കാൻ കഴിയാത്തത്ര ശക്തമായ, ശുദ്ധമായ, കൃത്യമായ കാന്തമാക്കി മാറ്റുന്നതിലൂടെ. ഭൂരിഭാഗം ആളുകൾക്കും ഇപ്പോഴും ഇത് മനസ്സിലായിട്ടില്ല. എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാം എന്നവർ ചോദിക്കുന്നു. അതിനെ അകറ്റാൻ നിങ്ങളുടെ ഓറ എന്താണ് ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിക്കുന്നു. എങ്ങനെ നല്ല അവസരങ്ങൾ കണ്ടെത്താം എന്നവർ ചോദിക്കുന്നു. ആ അവസരങ്ങളുടെ നിലവാരത്തിനൊത്ത് നിങ്ങളുടെ എനർജറ്റിക് ഒപ്പ് നിങ്ങൾ ഉയർത്തിയോ എന്ന് ഞാൻ ചോദിക്കുന്നു. പ്രപഞ്ചം കൃത്യതയുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടതിനെയല്ല അത് തരുന്നത്. നിങ്ങൾ എന്തുമായി യോജിക്കുന്നുവോ അതാണ് തരുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ചെയ്യുന്നതിലല്ല കാര്യം, കൂടുതലായി തീരുന്നതിലാണ് കാര്യം. നിങ്ങളുടെ ഓറയെ ശബ്ദമില്ലാത്ത ഒരു പരസ്യബോർഡ് പോലെ കാണുക. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അത് നിങ്ങളുടെ ഫ്രീക്വൻസി പ്രക്ഷേപണം ചെയ്യുന്നു. ആ ഫ്രീക്വൻസിയുമായി മാച്ച് ചെയ്യുന്ന ആളുകളും സംഭവങ്ങളും ഫലങ്ങളും അവിടെയുണ്ട്. സ്കാൻ ചെയ്യുന്നു, തിരയുന്നു. ചോദ്യം ഇതാണ്: അവർ നിങ്ങളെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ബോർഡിൽ ആത്മവിശ്വാസമാണോ, ആശയക്കുഴപ്പമാണോ? ഞാൻ തയ്യാറാണെന്നാണോ, അതോ എന്നെ രക്ഷിക്കൂ എന്നാണോ നിങ്ങളുടെ ഓറ പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾ എന്തിനെങ്കിലും വേണ്ടി നിലകൊള്ളുന്നുണ്ടോ, അതോ എല്ലാത്തിലും അലിഞ്ഞുചേരുന്നുണ്ടോ? നിലവാരം കുറഞ്ഞ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മികച്ച ഫലങ്ങളെ ആകർഷിക്കാനാവില്ല. അതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് കിട്ടിയ പേരല്ല, നിങ്ങൾ അവകാശപ്പെടുന്ന ശക്തി. ഐഡന്റിറ്റി എന്നത് നിങ്ങൾ ആരായിരുന്നു എന്നതല്ല, നിങ്ങൾ ആരാകാൻ തീരുമാനിക്കുന്നു എന്നതാണ്. ലോകം നിങ്ങളെ വിശ്വസിക്കുന്നതുവരെ. കാരണം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നു. സാന്നിധ്യം കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തിയായി നിങ്ങൾ മാറണം. ബലം പ്രയോഗിച്ചല്ല, തന്ത്രങ്ങൾ കൊണ്ടല്ല, മറിച്ച് വ്യക്തത കൊണ്ടും ഉറപ്പുകൊണ്ടും ബോധ്യം കൊണ്ടും. ഞാൻ തന്നെയാണ് ഉത്തരം എന്ന് നിങ്ങളുടെ ഓറ പറയുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് തരാൻ ചോദ്യങ്ങളുമായി വരും. ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞുവെന്ന് നിങ്ങളുടെ എനർജി പറയുമ്പോൾ നിങ്ങൾ മുട്ടുന്നതിനു മുൻപ് വാതിലുകൾ തുറക്കും. ഇത് അഹങ്കാരമല്ല, ഇത് യഥാർത്ഥ ഉടമസ്ഥാവകാശമാണ്. നിങ്ങൾ അഭിനയിക്കുകയല്ല, നിങ്ങൾ കള്ളം പറയുകയല്ല, എപ്പോഴും സത്യമായിരുന്ന ഒന്നിനെ നിങ്ങൾ ഓർത്തെടുക്കുകയാണ്. വിജയത്തിന്റെ വീട്ടിൽ സ്വയം സംശയത്തിന് ഇനിയിടമില്ല. നിങ്ങളുടെ ഭാവി രൂപം ഇപ്പോൾ നിങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അയാൾ അഭിമാനിക്കുമോ? അയാൾ നിങ്ങളെ തിരിച്ചറിയുമോ? അതോ ആ തീപ്പൊരിക്ക് എന്ത് സംഭവിച്ചു എന്ന് അയാൾ അത്ഭുതപ്പെടുമോ? ആ തീ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്നാൽ ദിശയില്ലാത്ത തീ എല്ലാം കത്തിച്ചുകളയും. ലക്ഷ്യമുള്ള തീ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കും. അതുകൊണ്ട് അതിനെ വഴിതിരിച്ചുവിടുക. സമ്പന്നമായ ഒരു ഓറയുടെ 4 ഘടകങ്ങൾ, കാന്തികമായ ജീവിതത്തിന്റെ അടിത്തറകൾ ഞാൻ പറഞ്ഞുതരാം. 1. ഉറപ്പ്. നിങ്ങൾക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും ഉദ്ദേശ്യത്തോടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ബഹളത്തേക്കാൾ ഉച്ചത്തിലുള്ളതാണ് ഉറപ്പ്. സ്വയം വിശ്വാസമുള്ളവരെ ആളുകൾ വിശ്വസിക്കും. 2. ശാന്തത. നിങ്ങളുടെ എനർജി കുഴഞ്ഞുമറിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധി പ്രസരിപ്പിക്കാനാവില്ല. വൈകാരികമായ നിശ്ചലാവസ്ഥ ശീലിക്കുക. പ്രതികരിക്കരുത്, മറുപടി നൽകുക. യാചിക്കരുത്, ആകർഷിക്കുക. 3. പൊരുത്തം. നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും യോജിക്കണം. നിങ്ങൾക്ക് സമ്പത്ത് ആഗ്രഹിക്കുകയും ദാരിദ്ര്യത്തിൽ ജീവിക്കുകയും ചെയ്യാനാവില്ല. വിജയം വിഷ്വലൈസ് ചെയ്യുകയും അച്ചടക്കം ഒഴിവാക്കുകയും ചെയ്യാനാവില്ല. അലൈൻമെന്റ് എന്നത് ഓപ്ഷനല്ല, അതാണ് താക്കോൽ. 4. സമർപ്പണം.
നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ മൂല്യമുള്ളവനാകുക, കണക്ക് നോക്കാതെ കൊടുക്കുക, പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജയിക്കാൻ മാത്രമല്ല സേവിക്കാനും തയ്യാറാകുക. അങ്ങനെയാണ് സ്വീകരിക്കാനുള്ള അവകാശം നിങ്ങൾ നേടുന്നത്. ഈ 4 ശക്തികൾ ഉറപ്പ്, ശാന്തത, പൊരുത്തം, സമർപ്പണം ഇവയാണ് നിങ്ങൾ ആരാധിക്കുന്ന ഏതൊരു ശക്തനായ വ്യക്തിയുടെയും എനർജറ്റിക് അസ്ഥികൂടം. അവർ ഭാഗ്യമുള്ളവരല്ല, അവർ അലൈൻമെന്റിലാണ്. നിങ്ങൾക്കും അങ്ങനെയാകാം. എന്നാൽ ഒരു സത്യം കൂടി ഞാൻ നിങ്ങളോട് പറയണം, അതാകും ഏറ്റവും പ്രധാനം. എല്ലാം എളുപ്പമായിരിക്കുമ്പോഴല്ല നിങ്ങളുടെ ഓറ വളരുന്നത്. കഷ്ടമായിരിക്കുമ്പോഴും നിങ്ങൾ മുന്നിട്ടിറങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഓറ വളരുന്നത്. വിറയ്ക്കുമ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ നയിക്കുമ്പോൾ, ശൂന്യത അനുഭവപ്പെടുമ്പോഴും നിങ്ങൾ കൊടുക്കുമ്പോൾ, എല്ലാവരും മറന്നു എന്ന് തോന്നുമ്പോഴും നിങ്ങൾ പിടിച്ചു നിൽക്കുമ്പോൾ, അപ്പോഴാണ് കാണാത്ത ലോകം നിങ്ങളുടെ പേരിൽ മലകളെ മാറ്റാൻ തുടങ്ങുന്നത്. പ്രപഞ്ചം കാണുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. കാണാത്ത പരീക്ഷകൾ നിങ്ങൾ വിജയിക്കുമ്പോൾ കാണുന്ന ലോകത്തിൽ അത് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അത്ഭുതം നടക്കുന്നതിന് 5 മിനിറ്റ് മുൻപ് നിങ്ങൾ പിന്മാറരുത്. നിങ്ങൾ വളർന്നുകഴിഞ്ഞ ഒരു മുറിക്ക് പാകമാവാൻ വേണ്ടി നിങ്ങളുടെ വെളിച്ചം കുറയ്ക്കരുത്. നിങ്ങൾ ജനിച്ചത് ഒതുങ്ങിപ്പാർക്കാനല്ല, സ്വന്തം ശക്തിയുടെ തീയിൽ നിൽക്കാനാണ് നിങ്ങൾ ജനിച്ചത്. നിങ്ങളത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആളുകൾ പറയാൻ തുടങ്ങും, നിങ്ങളിൽ എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോട് അടുപ്പം തോന്നുന്നു. അതാണ് നിങ്ങളുടെ ഓറ ചെയ്യുന്ന ജോലി. നിങ്ങളുടെ ഉള്ളിലെ പരിശീലനം പുറമേയുള്ള കാന്തമായി മാറുന്നതിന്റെ ഫലമാണത്. നിങ്ങൾക്കിനി പിന്തുടരേണ്ടി വരില്ല, കാരണം അവസരങ്ങൾ പിന്തുടരുന്ന വ്യക്തിയായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. സമ്പത്ത് തുടങ്ങുന്നത് എനർജിയായിട്ടാണ്, പ്രയത്നം കൊണ്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഓറ എന്നത് മാന്ത്രികവിദ്യയല്ല, ആവർത്തനത്തിലൂടെയും ഉദ്ദേശ്യത്തിലൂടെയും അലൈൻമെന്റിലൂടെയും വളർത്തിയെടുക്കുന്ന മസിലാണെന്ന് നിങ്ങൾ പഠിച്ചു. നിരാശ അനുഗ്രഹങ്ങളെ തടയുമെന്നും ശാന്തത അവയെ ആകർഷിക്കുമെന്നും നിങ്ങൾ തിരിച്ചറിഞ്ഞു. ഇമോഷണൽ ഓഡിറ്റ്, അലൈൻമെന്റ്, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ആവർത്തനം, എനർജറ്റിക് പ്രീപ്ലേ തുടങ്ങിയ വിദ്യകൾ നിങ്ങൾ പരിശീലിച്ചു. കാന്തികമായ ഓറയുടെ 4 ഘടകങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടു: ഉറപ്പ്, ശാന്തത, പൊരുത്തം, സമർപ്പണം. ഏറ്റവും പ്രധാനമായി തെളിവുകൾക്ക് മുൻപേ വിശ്വാസം വരണമെന്ന് നിങ്ങൾ ഓർമ്മിച്ചു. ഇതൊരു മോട്ടിവേഷണൽ പ്രസംഗമല്ല, ഇതൊരു ആത്മീയ ബ്ലൂപ്രിന്റാണ്, എനർജറ്റിക് മാസ്റ്ററിക്കുള്ള ഒരു മാൻവലാണ്. അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്കുള്ള എന്റെ അവസാനത്തെ നിർദ്ദേശം. പഴയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകരുത്. താഴ്ന്ന ഫ്രീക്വൻസി ശീലങ്ങളിലേക്കും ചെറിയ വർത്തമാനങ്ങളിലേക്കും ചുരുങ്ങിക്കൂടുന്നതിലേക്കും മടങ്ങരുത്. നിങ്ങളുടെ വില അംഗീകരിക്കാൻ ലോകത്തോട് ആവശ്യപ്പെടരുത്. വിരുന്ന് വിളമ്പാൻ ജനിച്ച നിങ്ങൾ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി യാചിക്കരുത്. പകരം ഓരോ മുറിയിലും നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക. ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ അലൈൻമെന്റ് കാണിക്കട്ടെ. ഓരോ വാക്കും സൗകര്യത്തിൽ നിന്നല്ല, ബോധ്യത്തിൽ നിന്ന് ഉതിർക്കട്ടെ. സംശയം മന്ത്രിക്കുമ്പോൾ അത് മന്ത്രിക്കും, നിങ്ങൾ പ്രവൃത്തി കൊണ്ട് മറുപടി നൽകുക. ഭയം അലറുമ്പോൾ അത് അലറും, വിശ്വാസം കൊണ്ട് മറുപടി നൽകുക. നിങ്ങളുടെ വളർച്ചയെ അവർ കളിയാക്കുമ്പോൾ അവർ കളിയാക്കും, പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും വളരുക. കാരണം നിങ്ങൾ പുതിയതായി എന്തോ ആകുകയല്ല. ലോകം നിങ്ങളെ മറക്കാൻ പഠിപ്പിച്ച നിങ്ങൾ ആരായിരുന്നുവോ അതിനെ നിങ്ങൾ ഓർത്തെടുക്കുകയാണ്. നിങ്ങൾ ജനിച്ചത് കാന്തിക ശക്തിയോടെയാണ്. നിങ്ങൾ ജനിച്ചത് സമൃദ്ധിയോടെയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇനി അത് അറിഞ്ഞവനെപ്പോലെ നടക്കാൻ സമയമായി. നിങ്ങൾ തേടുന്ന സമ്പത്ത് നിങ്ങൾക്ക് പുറത്തു മാത്രമല്ല, അത് നിങ്ങളെ ചുറ്റിപ്പറ്റിയുണ്ട്, കാത്തിരിക്കുന്നു, നോക്കുന്നു, പിന്തുടരാൻ പറ്റുന്ന ഒരു ഫ്രീക്വൻസിക്കായി കാതോർക്കുന്നു. അതുകൊണ്ട് സിഗ്നൽ സെറ്റ് ചെയ്യുക, നിങ്ങളുടെ ഓറയെ പരിശീലിപ്പിക്കുക. ലോകം നിങ്ങളെ തേടി വരട്ടെ.